സ്ത്രീകൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രത്യേകതയുള്ളത്. നേര് പറയാതിരിക്കുക, പിന്നെ വെറുതെ കള്ളം പറഞ്ഞ് ഒരു ഒരു വ്ളോഗർ ഒരു പാവം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം എടുത്തത് നമ്മൾ കണ്ടു, ജീവൻ എടുത്തത് നമ്മൾ കണ്ടു. അപ്പം അതേപോലെ തന്നെ അതിലും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അവിടെ എറണാകുളത്ത് സംഭവിച്ചത്. പുന്നയ്ക്കൽ ഭാഗത്താണ് ഒരു പെൺകുട്ടി ഭവൻസ് സ്കൂളിൽ നിന്ന് അവിടുന്ന് അവിടെ പഠിക്കുന്ന കുട്ടിയാണ്. സൈക്കിളിൽ ഒരുപാട് പിള്ളേരെ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ കൊച്ചുമോനുമൊക്കെ സൈക്കിളിൽ തന്നെയാണ് പോകുന്നത്. പോയിട്ട് സൈക്കിൾ ചവിട്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ കിടന്ന് ഒരു വാൻ, അതായത് കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് വാൻ ഈ പാർക്ക് ചെയ്തിട്ടുണ്ട്, റോഡിൽ സൈഡിൽ പാർക്ക് ചെയ്യും. അതിൻ്റെ ഒരു ഡോറൊക്കെ തുറന്നു. പെട്ടെന്ന് ആ ഡോറ് തുറന്ന് ഈ കുട്ടി അതിൽ തട്ടിയിട്ട് മറിഞ്ഞു വീണതിന് വളരെ ഗുരുതരമായ പരിക്ക് പറ്റി. അപ്പോൾ ഒരു കാറ് പുറകെ വന്നത്, ഒരു കറുത്ത കാറ് പുറകെ വന്നു. അതും സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയെ വിളിച്ചിട്ട് അയാൾ പോവുകയാണ്. ആ കാറിൻ്റെ ഉടമസ്ഥൻ അയാളെ കാറൊന്ന് സ്ലോ ചെയ്തു, ഈ അപകടം കണ്ടുകൊണ്ട്, ഈ കുട്ടി വീണത് കണ്ടുകൊണ്ട്. എന്നിട്ട് പിന്നെ വിട്ടങ്ങ് പോയി. ഗുരുതരമായ കാര്യമാണെന്ന് വിചാരിച്ചു കാണത്തില്ല, അതാണ് വിട്ടുപോയി. എല്ലാവരും സംശയിച്ചത് ഈ കാർ ഈ കുട്ടി ഇടിച്ചിട്ടിട്ട് പോവുകയാണെന്നാണ്. ഞാനും എല്ലാം അങ്ങനെ സംശയിച്ചു. ഞങ്ങളെല്ലാം അതിൻ്റെ അന്വേഷണത്തിലായിരുന്നു. കാരണം എൻ്റെ 4 മക്കൾ, കൊച്ചുമക്കൾ പഠിക്കുന്ന സ്കൂളാണ് അത് ഞങ്ങൾക്ക് വളരെ, എൻ്റെ മക്കളും അവിടെ പഠിച്ചതാണ്, വളരെ പ്രിയപ്പെട്ട സ്കൂളാണ് അവർക്ക്. അപ്പോൾ അവിടുത്തെ ഒരു കുട്ടിക്ക് ഇത് സംഭവിച്ചപ്പോൾ പേരൻസ് എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരെയും ഗ്രൂപ്പിൽ ഈ കാറിന് അങ്ങ് അന്വേഷണമായിരുന്നു മുഴുവൻ. ഈ കാർ എവിടെ, ഇത് ആരുടെ കാറ്, എങ്ങനെ അന്വേഷിച്ചു. CCTV ഒക്കെ നോക്കി അവസാനം കാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം അയാൾ മനസ്സറിഞ്ഞ കാര്യമല്ല, അയാൾക്ക് വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ വയ്യ, അങ്ങനെ ആയി. കാരണം ആളുകൾ കണ്ടാൽ തല്ലിക്കൊല്ലും, അത്ര വയലൻ്റായിട്ടിരിക്കുകയായിരുന്നു ആളുകൾ. ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും രക്ഷാകർത്താക്കൾ ആ രീതിയിലിരിക്കുകയായിരുന്നു. അവസാനം അയാളുടെ മകൾക്ക് സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ ഈ 16 വയസ്സുകാരി +1 വിദ്യാർത്ഥിനിയാണ്. അതിനെ ആണ് ഇതുപോലെ വലിയൊരു അപകടം അതിനുണ്ടായത്. അത് അശ്രദ്ധമായിട്ട് ആ വാൻ്റെ ഡോർ തുറന്നതാണ്. ഒരു എക്കോന്നോ ഏതാണ്ട് പറയുന്ന കാറാണ്, അതിൻ്റെ ഡോറ് തുറന്നതാണ് തട്ടി ഈ അപകടം ഉണ്ടായത്. ആ കുട്ടിയുടെ കരളിൽ ഗുരുതരമായ പരിക്കുണ്ടായി. കാരണം റിബ് ഒടിഞ്ഞിട്ട് അത് കരളിൽ തറച്ച് കാണും. എന്തായാലും കരളിൽ ബ്ലീഡിങ് ഉണ്ടായി. അതിപ്പോൾ ICUവിലായിരുന്നു. ഏതായാലും ആ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാലും അതിന് ഇനിയും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതിന് വേണം. ഇത്രയും നാൾ അത് ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്തു. ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിട്ടില്ല. അപ്പോൾ എന്താ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇതൊരു സ്ത്രീയാണ് ഈ വാൻ്റെ ഡ്രൈവർ. ആ സ്ത്രീ ഇത് നേരി പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി. കാരണം അവർക്ക് ആശ്രമ മെഡിസിറ്റിയിലെ ട്രീറ്റ്മെൻറ്റാണ് ആ കുട്ടിക്ക്. അതിനെ നോക്കുമ്പോൾ അപ്പോൾ അതിന് അവിടെ വലിയ ചിലവ് വരും, പണം ഒരുപാട് വേണം, ഇൻഷുറൻസ് കിട്ടത്തില്ല വണ്ടി കണ്ടുപിടിച്ചില്ലെങ്കിൽ, ഏതാണെന്ന് അറിയാൻ വേണം. അങ്ങനെ എല്ലാവരും ഇതിൻ്റെ പുറകിൽ അന്വേഷണത്തിലായിരുന്നു. ഏതായാലും ശരി, അവസാനം അത് ട്രേസ് ഔട്ട് ചെയ്തു. പക്ഷേ അപ്പോഴത്തേക്ക് നോക്കിക്കോണം, ആ മനുഷ്യനുണ്ടല്ലോ, അയാളിത് കണ്ടു. ഈ കാർ ഓടിച്ചുകൊണ്ടിരുന്ന ആൾ ഇത് കണ്ടിട്ടുണ്ട്. അയാൾ രഹസ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാരെടുത്ത് സത്യം പറഞ്ഞു, ഞാനല്ല, ഇതിൻ്റെ ആട് ഇന്നതാണ്, ഒരു സ്ത്രീ ആണ് അതിൻ്റെ ഡോറ്, ആ വാൻ്റെ ഡോറ് തുറന്നത് കാരണമാണ് ഈ കുട്ടി അതിൽ തട്ടി വീഴുന്നത് കണ്ടു. ഞാനതൊന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് ഞാനങ്ങ് പോയി. കാരണം ഇത്രയും വലിയ അപകടമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അയാൾ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പോലീസുകാർ ഇതിനെക്കുറിച്ച് അപ്പോൾ നന്നായിട്ട് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ CCTV ദൃശ്യങ്ങളും ഒക്കെ എടുത്തപ്പോൾ മനസ്സിലായതാണ്, ഈ കുട്ടി അടുത്ത് വന്നപ്പോൾ ഈ വാൻ്റെ ഡോറ് പെട്ടെന്ന് തുറന്നു, അത് തട്ടിയാണ് ഈ കുഞ്ഞു റോഡിൽ തെറിച്ച് വീഴുന്നത്. വലിയ വീഴ്ചയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിന് പരിക്ക് പറ്റിയത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ മനുഷ്യനുണ്ടല്ലോ, ഒന്നും അറിയാത്ത ഈ നിരപരാധിയായ മനുഷ്യൻ, അയാൾ എന്തുമാത്രം അനുഭവിച്ചെന്ന് നോക്കിക്കോളൂ. ഒരു 2-3 ദിവസം അയാൾക്ക് ഉറങ്ങാൻ പറ്റുമോ?
കാരണം അയാളെ നാട് മുഴുവൻ അയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഈ കാറിൻ്റെ ഉടമസ്ഥനെ തിരക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ ടി വി ചാനലുകളിലും ഈ കാറിൻ്റെ പടവും കാണിച്ചതും പറയുകയും ചെയ്തു. അയാളുടെ കുഞ്ഞിന് സ്കൂളിൽ പോകണ്ടേ? ആ വീട്ടുകാരെ എല്ലാവരും ഒറ്റപ്പെടുത്തത്തില്ലേ? ആ രീതിയായില്ലേ? എന്താ കാര്യം? ഈ സ്ത്രീ നേര് പറയാവുന്നതാണ് കാര്യം. സത്യം അങ്ങ് പറഞ്ഞ് ഒളിച്ചു നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? പറഞ്ഞാൽ മതി, ഇങ്ങനെ ഞാൻ അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല, കുഞ്ഞു വരുന്ന കണ്ടില്ല, ഞാൻ ഡോറൊന്ന് തുറന്നു പോയി, എൻ്റെ ഇന്നൊന്ന് പറ്റിപ്പോയി. ഇതങ്ങ് പറഞ്ഞാൽ ഈ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ആ മോളും ഒക്കെ ആ കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റുമോ? കാരണം ഇത് നോക്കുമ്പോൾ നിൻ്റെ വണ്ടി, നിന്നെ കൊണ്ടുപോയ വണ്ടിയാണ് ഇത്, എല്ലാവരും അറിയത്തില്ലേ? ആ രീതിയിൽ ആണ് ഇന്നത്തെ. അതാ ഈ സ്ത്രീ നേര് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല, ഒന്നുമില്ല. ഇൻഷുറൻസും കിട്ടും. കാരണം നെഗ്ലിജൻ്റ് പാർക്കിംഗ് അല്ലെങ്കിൽ ഇതുപോലെ വണ്ടിയുടെ ഡോറ് തുറന്നാൽ മതി, അത് ഇതിന് ഇൻഷുറൻസിൻ്റെ പരീക്ഷ കിട്ടും. കാരണം MACT ക്ലെയിം നിൽക്കും, MVOP കൊടുത്താൽ നിൽക്കുന്നതേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. ഇൻഷുറൻസുകാർ തന്നെ സെറ്റിൽ ചെയ്തോളും. കാരണം അത്ര ആ രീതിയിൽ ഉള്ള ഒരു കാര്യമുള്ളൂ. ഈ സ്ത്രീ നേര് പറഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. അങ്ങേയറ്റം ഒരു അതായത് നെഗ്ലിജൻസിന് ഒരു കേസെടുക്കും, അത് അത്രയേ ഉള്ളൂ. ഇതല്ലാതെ അതും ബെയിലബിളാണ്, ജാമ്യം കിട്ടുന്ന കുറ്റമാണ്. അപ്പോൾ ഇത് പറയുന്നതിന് പകരം ഒളിച്ചു വെച്ചു മനഃപൂർവ്വം. അതാ ഞാൻ പറഞ്ഞത്, ഇത് മറച്ചു വെച്ചത് ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, എന്ത് ദ്രോഹമാണ് കാണിച്ചതെന്ന്. ആ സ്കൂളിനോടും ആ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥിനികളോടും, അതുപോലെ ഈ വീട്ടുകാർ പാവങ്ങൾ, ഇവരെ ഒരു വ്യവസായിയാണ്, അയാളുടെ കുടുംബത്തിന്, അയാളുടെ മോക്കും ഒക്കെ ഉണ്ടായ എല്ലാവർക്കും വിഷമമായില്ലേ, ബുദ്ധിമുട്ടായില്ലേ? ഇവരനുഭവിച്ച ഈ മാനസിക വ്യതയുണ്ടല്ലോ ഈ 2-3 ദിവസം, അത് ഭാഗ്യത്തിന് CCTV ദൃശ്യം ഉള്ളതുകൊണ്ട് അത് മനസ്സിലായി. ഇല്ലെങ്കിലോ വീണ്ടും ഇയാളെ തന്നെ പറഞ്ഞനെ, ഇത് നേര് പറയാതിരുന്നതല്ലേ കാര്യം. ഈ സ്ത്രീക്ക് നാണമില്ലേ? ഒന്ന് ചിന്തിക്കണ്ടേ? ഈ രീതിയിലാണോ ചെയ്യേണ്ടത്? ഇങ്ങനെ പറ്റിപ്പോയി, എനിക്കങ്ങ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം? ഒരു ആക്സിഡൻറ്റ് മാത്രമല്ലേ ഉണ്ടായുള്ളൂ, അത് എനിക്ക് പറ്റിയതാണ്, എൻ്റെ അബദ്ധം പറ്റി, ഞാൻ ഡോറ് തുറന്നു പോയി. ഇത് ഇനിയെങ്കിലും ആളുകൾ ശ്രദ്ധിക്കണം. അതായത് ഈ റോഡിലൊക്കെ കാറും കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ ചിലർ, ഒന്നും ശ്രദ്ധിക്കത്തില്ല, ഡോറങ്ങ് തുറക്കും. അതും വലതുവശത്തെ ഡോറ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടതുവശം പാർക്ക് ചെയ്തിട്ട് വലതുവശത്തെ ഡോറ് തുറക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു 4 തവണ മുമ്പും പുറവും നോക്കിയിട്ടല്ലാതെ അത് തുറക്കരുത്. ഈ തുറന്ന അപകടം ഉണ്ടാവുമെന്ന് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇങ്ങനെ ഒരു വീഴ്ച, ഒരു കയ്യിൽ നിന്ന് ഒരു കയ്യബദ്ധം പറ്റിയെങ്കിൽ അതങ്ങ് പറയണം. അത് പറയുന്നതിന് പകരം അത് മറച്ചു വെച്ച് മറ്റാളുകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. ഇത് ആ വ്ളോഗർ ഒരുത്തനെ കൊന്നില്ലേ, ഏതാണ്ട് അതുപോലെ തന്നെ ഇവരുടെ മനസ്സിൻ്റെ ഉണ്ടായ ഇവരുടെ ആ മനപ്രയാസം ഉണ്ടല്ലോ, അത് അവർ അനുഭവിച്ചത്, അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിനാര് നഷ്ടപരിഹാരം കൊടുക്കും? ചിന്തിക്കണം.